ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോ ചങ്ങലയുടെ പാട്. ടൈഗർ ഒരു വളർത്തു നായയാണ്. പേജ് നമ്പർ അറിയാലോ മക്കളെ, 35 ആണ് മിസ് വായിക്കുന്നത്. പുതിയ പാടാണ് ചങ്ങലയുടെ, പുതിയ പാഠം ആണ് ചങ്ങലയുടെ പാട്. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു, രോമങ്ങൾ മിനുമിനുത്തിരുന്നു, കണ്ണുകൾ തിളങ്ങിയിരുന്നു. യാത്രയാകുമ്പോൾ അവനെ കെട്ടഴിച്ച് വിടുമായിരുന്നു. ഒരു രാത്രി അവൻ ചുറ്റിത്തിരിഞ്ഞ് കാട്ടിലെത്തി. കാട്ടിൽ വെച്ച് ഒരു ചെന്നായയെ അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. ചെന്നായ പറഞ്ഞു, ചങ്ങാതി, ഞാനിങ്ങനെ ചടച്ച് എല്ലും തോലുമായിരിക്കുന്നു. എനിക്കും നിന്നെ പോലെയാകാൻ ബുദ്ധി തോന്നുന്നു. അല്ലെ ചങ്ങാതി? എന്താ പറഞ്ഞത് ചെന്നായ? ചെന്നായ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോ ടൈഗറിനോട് പറയാണ്, എന്ത്, നിന്നെ പോലെ തടിച്ചു കൊഴുത്ത് സുന്ദരനാവാൻ എനിക്കും കൊതി തോന്നുന്നു. അപ്പൊ നായക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചടച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. നിന്റെ ഭാഗ്യം തന്നെ. ചെന്നായ നെടുവീർപ്പെട്ടു. അപ്പോൾ നായ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്ന് മാത്രം. ഞാൻ വരാം, എനിക്കുമെല്ലാം കിട്ടുമല്ലോ. ചെന്നായ സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷെ നിന്റെ കാടത്തമൊന്നും പുറത്ത് കാണിക്കരുത്. നായ മുന്നറിയിപ്പ് കൊടുത്തു. അത്ര വരെയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലെ? എല്ലാ മക്കളും അത് വായിച്ചിട്ടുണ്ടോ? നല്ലപോലെ കുറെ കുട്ടികൾ എനിക്ക് ഓഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് കേട്ടോ, അവരെല്ലാം സൂപ്പർ ആണ്. ഓ മിസ് വായിപ്പിക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇതൊന്ന് കുറച്ചുകൂടി എടുത്തിട്ട് നമുക്ക് വായിക്കാം കേട്ടോ. മിസ് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. ആർക്കാണ് സംസാരിക്കാനുള്ളത്? ഒന്ന് കൈപൊക്കിയ. ഓക്കെ, ആർക്കാണ് സംസാരിക്കേണ്ടത് മിസ്സിനോട്? അജ്സലിനാണോ? ഓക്കെ, എന്താ അജ്സലെ? ടീച്ചർ ഇന്നലെ ക്ലാസ് വൃത്തിക്ക് തിരിഞ്ഞില്ല, കട്ടായിക്കൊണ്ടിരുന്നു. മോനെ കിട്ടിയില്ല അല്ലെ? നെറ്റ് പ്രോബ്ലം ഉണ്ട് അല്ലെ? നല്ലപോലെ കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി പറയാതെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എല്ലാവരും ശ്രദ്ധിക്കുക. പറ്റുന്നത്ര ലീവ് എടുക്കാതെ, അതുപോലെ ക്ലാസ് കയറാതെ ഒന്നും ഇരിക്കരുത്. നല്ല മക്കളായി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക, എല്ലാ സബ്ജക്റ്റും, അല്ലേ? അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങള് യൂട്യൂബ് ക്ലാസ് കാണണം രാത്രി കേട്ടോ. അപ്പൊ വീണ്ടും മിസ് അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. എന്നാലും ഒന്നുകൂടി, ഏതായാലും ഞാൻ ഒരു പാടെടുത്ത് കഴിയുമ്പോൾ 2 തവണ പറയാറുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി പറയും. എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? ചങ്ങലയുടെ പാട് എന്ന പാഠത്തില് എന്തിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്? സ്വാതന്ത്ര്യം, അല്ലെ? എന്താ പറഞ്ഞ നമ്മള് ഫസ്റ്റ് വണ്ണായിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? എല്ലാ ജീവജാലങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? എല്ലാവരും, മനുഷ്യരായാലും മറ്റു മൃഗങ്ങളായാലും ഒക്കെ എന്താണ്? സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? കിളികൾ എന്ത് ചെയ്യും? കൂട്ടിൽ കഴിയാൻ ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെയാണ് മൃഗങ്ങളും കൂട്ടിലകപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. മനുഷ്യന് അതിനേക്കാളേറെ തടവിൽ പാർക്കുന്നത് അസഹ്യമാണ്, സഹിക്കാൻ പറ്റാത്തതാണ്, അല്ലെ? അതുപോലെ എല്ലാ ജീവജാലങ്ങളും സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു, അല്ലെ? ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യബോധം, സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ് മിസ് പ്രത്യേകിച്ച് ടൈഗർ നമ്മളെ നായയെ പൊതുവെ കെട്ടിയിടുകയാണ് ചെയ്യുക, അല്ലെ? അപ്പൊ അവരുടെ സ്വാതന്ത്ര്യം നമ്മള് നിഷേധിക്കുകയാണ്. യജമാനന്മാര് നമ്മള് ടൈഗറിനെ, പട്ടീനെ കെട്ടിയിടും. അപ്പൊ എന്ത് ചെയ്യും? ആ ടൈഗറിന് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ എവിടെയും പറ്റില്ല, അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുമാണ് പറഞ്ഞത് നമ്മൾ. എന്ത്? സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഇഷ്ടം അനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവകാശമാണ്, അല്ലെ? സ്വാതന്ത്ര്യം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്, നേതാജി എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചാണ് സ്വാതന്ത്ര്യം എന്താണെന്ന്. എന്ത്? നമ്മള് കുറെ വർഷങ്ങള് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു കഴിഞ്ഞിരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അനേകം ദേശാഭിമാനികളുടെ ശ്രമഫലമായാണ് നമുക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പട്ടിയുടെ കാര്യം, അല്ലെ? ബ്രിട്ടീഷുകാരുടെ എന്ന് പറയുമ്പോൾ യജമാനന്റെ, ഏത് വീട്ടിലാണോ ആ കുട്ടി അല്ല ആ പട്ടി താമസിക്കുന്നത്, അവിടുത്തെ യജമാനാരാ? ബ്രിട്ടീഷുകാരുടെ പോലെ തന്നെയല്ലേ, അല്ലെ? അപ്പൊ ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തരാത്ത പോലെ തന്നെയാണ് പട്ടിയും അനുഭവിക്കുന്നത്.
നമ്മ പട്ടിയുടെ മനസ്സറിയുന്നില്ല എന്ന് മാത്രം അല്ലെ. അപ്പൊ പട്ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കെട്ടിയിടുവല്ലേ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. സ്വാതന്ത്ര്യബോധം എന്ന മഹത്തായ മൂല്യാണ് നിങ്ങളെ, അതിന്റെ പ്രാധാന്യാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ ജീവജാലങ്ങൾക്കായാലും മനുഷ്യനായാലും ഒക്കെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് വലിയ സ്വാതന്ത്ര്യ ബോധം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് മനസ്സിലായില്ലേ മക്കൾക്ക്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശമാണ് അല്ലെ. അപ്പോ സ്വാതന്ത്ര്യബോധം എന്ന മഹത്തായ മൂല്യത്തിന്റെ പ്രാധാന്യമാണ് ഈ ടൈഗർ ചങ്ങലയുടെ പാടൽ എന്ന പാഠത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തരുന്നത് അല്ലെ. നമുക്ക് മനസ്സിലാവുന്നില്ലേ അത് എന്താണെന്ന് മിസ് പറഞ്ഞു വരുന്നത്? അപ്പൊ അതാണ് നമ്മള് നമ്മുടെ പ്രാധാന്യം, സ്വാതന്ത്ര്യ ബോധത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ നിങ്ങളെ പ്രാപ്തരാക്കുക. ഈ ഉദ്ദേശമാണ് ഈ ഒരു പാഠത്തിലൂടെ അവര് നമുക്ക് ലക്ഷ്യമിടുന്നത് അല്ലേ. അപ്പോ നമ്മൾ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ രണ്ടുപേരെ കാണുന്നുണ്ട് അല്ലേ. ആരൊക്കെയാണത്? നായയും ചെന്നായിയുമാണ് അല്ലെ. നായയും ചെന്നായി. നായ എങ്ങനെയാ? തടിച്ചു കൊഴുത്ത് മിനുമിനുത്ത് സുന്ദരനായിട്ടാണുള്ളത്. പക്ഷെ ചെന്നായിയോ മെലിഞ്ഞ് അല്ലെ, ആകെ ക്ഷീണം പിടിച്ചിട്ടാണുള്ളത്. എന്തുകൊണ്ടാ? നായക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട് അല്ലെ. ഇറച്ചി, നായ പറയുന്നത് എന്താണ്? ഇറച്ചി, മീൻ, ബിസ്ക്കറ്റ് ഒക്കെ എനിക്ക് തരുന്നുണ്ട് എന്റെ യജമാനൻ, പക്ഷെ എന്നാ കെട്ടിയിടും. അപ്പോ അത് ആരും ഇഷ്ടപ്പെട്ടില്ല. ചെന്നായ പറയുന്നത് എന്താണ്? എനിക്ക് സ്വാതന്ത്ര്യമാണ് വലുത് ഭക്ഷണത്തിനേക്കാളേറെ അല്ലെ. അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ എവിടം വരെ? പക്ഷെ നിന്റെ കാടത്തമൊന്നും പുറത്ത് കാണിക്കരുത്, നായ മുന്നറിയിപ്പ് കൊടുത്തു. അതുവരെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോ അവിടെ ഇങ്ങോട്ട് നിങ്ങൾ കണ്ടോ? പേജ് നമ്പർ 35 ട്ടോ, ഏകദേശം മധ്യഭാഗത്തായി വരും. അപ്പൊ ഇല്ല, നീ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തോളാം, ചെന്നായ ഉറപ്പു നൽകി. രണ്ടുപേരും നടന്ന് കാടിന് വെളിയിലെത്തി. ചെന്നായ ടൈഗറിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതാ അവന്റെ കഴുത്തിന് ചുറ്റും ഒരടയാളം. അപ്പോ യജമാനന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ ചെന്നായ തീരുമാനിച്ചു അല്ലെ. ആരുടെ കൂടെ? ടൈഗറിന്റെ കൂടെ യജമാനന്റെ വീട്ടിലേക്ക് പോകാൻ ചെന്നായ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും കാടിന് വെളിയിലെത്തി അല്ലെ. നടന്ന് കാടിന് വെളിയിലെത്തി. ചെന്നായ ടൈഗറിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അല്ലെ. ടൈഗറിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. എക്സ്ട്രാ ആക്ടിവിറ്റിയിൽ മുഴുകരുത് ഒരു കാരണവശാലും കുട്ടികൾ. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോ അതാ അവന്റെ കഴുത്തിന് ചുറ്റും ഒരടയാളം. അപ്പോഴാണ് ടൈഗറിന്റെ കഴുത്തിന് ചുറ്റും ഒരടയാളം ചെന്നായിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായിരുന്നു അത്? ഇതെന്താണ് ചങ്ങാതി, നിന്റെ കഴുത്തിന് ചുറ്റും ഒരടയാളം? ചെന്നായ കൗതുകത്തോടെ ചോദിച്ചു. ഓ അതോ ചങ്ങലയുടെ പാടാണ്. ഓ അതോ, അത് എന്താണെന്നാ പറഞ്ഞത്? ചങ്ങലയുടെ പാടാണ്. പകൽ മുഴുവൻ എന്നെ ചങ്ങല കൊണ്ട് കെട്ടിയിടും. നായ നിസാരമായി പറഞ്ഞു. എന്ത്? പകൽ മുഴുവൻ എന്നെ ചങ്ങല കൊണ്ട് കെട്ടിയിടും, രാത്രിയാവുമ്പോൾ മാത്രമാണ് എന്നെ തുറന്നു വിടുന്നതെന്ന് നായ നിസാരമായി പറഞ്ഞു. പക്ഷെ ചെന്നായ എങ്ങനെ എടുത്തത്? കെട്ടിയിടുന്നത് ചെന്നായക്ക് ഇഷ്ടമല്ല അല്ലെ. സ്വാതന്ത്ര്യം ഇല്ല എന്ന് ആർക്ക്? ചെന്നായക്ക് മനസ്സിലായി. അപ്പൊ നായ അത് നിസാരമായി പറഞ്ഞു. ചങ്ങല കൊണ്ട് കെട്ടിയിടുകയോ? എന്നെയും കെട്ടിയിടുമോ? ചെന്നായ പരിഭ്രമത്തോടെ ചോദിച്ചു അല്ലെ. ചെന്നായ്ക്ക് പരിഭ്രമായി. എന്തുകൊണ്ട്? ഈ കെട്ടിയിട്ടിരിക്കുന്ന പാടെല്ലാം ഉണ്ടാവുമെങ്കിൽ ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിലെത്തി അല്ലെ. അപ്പോ ചങ്ങല കൊണ്ട് കെട്ടിയിടുകയോ? എന്നെയും കെട്ടിയിടുമോ? ചെന്നായ പരിഭ്രമത്തോടെ ചോദിച്ചു. പിന്നെന്താ, നിന്നെയും കെട്ടിയിടും, നായ ഉറക്കെ പറഞ്ഞു അല്ലെ. പിന്നില്ലാതെ നിന്നെയും കെട്ടിയിടും, എന്നെ കെട്ടിയിടുന്ന പോലെന്ന് നായ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് ചെന്നായി ഞെട്ടി. അവൻ 2 അടി പിന്നോട്ട് വെച്ചു അല്ലെ. നടന്നവര് കാട്ടിന് വെളിയിൽ എത്തിയതായിരുന്നു. പക്ഷേ അത് കേട്ടതോടെ ചെന്നായ ഞെട്ടി. കെട്ടിയിടുന്നുണ്ടെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിൽ ചെന്നായ എന്ത് ചെയ്തു? 2 അടി പുറകോട്ട് വെച്ചു. എന്റെ പൊന്നു ചങ്ങാതി, എനിക്ക് നിന്റെ ചോറും ഇറച്ചിയും ബിസ്ക്കറ്റും ഒന്നും വേണ്ട. എന്താ പറഞ്ഞത് ചെന്നായ? എന്റെ പൊന്നു ചങ്ങാതി, എനിക്ക് നിന്റെ ചോറും ബിസ്ക്കറ്റും ഇറച്ചിയും ഒന്നും വേണ്ട. കിട്ടുന്നതും തിന്ന് ഞാൻ കാട്ടിൽ കഴിഞ്ഞോളാം. സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കാമല്ലോ.
കിട്ടുന്നതിൽ നിന്ന് ഞാൻ കാട്ടിൽ തന്നെ കഴിഞ്ഞോളാം, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് നടക്കാമല്ലോ എന്ന് ആര്? ചെന്നായ പറഞ്ഞു അല്ലെ. ഇഷ്ടമനുസരിച്ച് നടക്കാമല്ലോ, ഭക്ഷണത്തെക്കാൾ വലുത് സ്വാതന്ത്ര്യമാണ്. അതാണ് ചെന്നായ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് ഇറച്ചിയും ബിസ്ക്കറ്റും ഇതൊന്നും അല്ല വേണ്ടത്, ഭക്ഷണത്തെക്കാൾ വലുത് എനിക്ക് സ്വാതന്ത്ര്യമാണ് എന്ന് ആര്? ചെന്നായ പട്ടിയോട് പറഞ്ഞു അല്ലെ. ചെന്നായ കാട്ടിലേക്ക് ഓടിപ്പോയി. ചെന്നായ എന്ത് ചെയ്തു? യജമാനന്റെ വീട്ടിലേക്ക് ടൈഗറിന്റെ കൂടെ പോരാൻ സമ്മതിച്ചില്ല. അവൻ എന്ത് ചെയ്തു? ചെന്നായ കാട്ടിലേക്ക് തന്നെ ഓടിപ്പോയി. അവൻ പറഞ്ഞു, എനക്ക് തടിച്ചു കൊഴുത്ത് സുന്ദരനായി ഇരിക്കുന്നല്ല വേണ്ട, നല്ല ഭക്ഷണം എന്നല്ല വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യമാണ് എന്ന് ആര് പറഞ്ഞു? ചെന്നായ പറഞ്ഞു. മനസ്സിലായോ ഈ കഥ? മനസ്സിലായോ മക്കളെ? ഓക്കെ, റിലു മനസ്സിലായി. ആർക്കാ ഇനി മനസ്സിലാവാതെ ഉള്ളത്? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇതെന്താണ്? ചെന്നായിയുടെയും പട്ടിയുടെയും കഥയിലൂടെ സ്വാതന്ത്ര്യ ബോധം എന്ന മൂല്യത്തിന്റെ പ്രാധാന്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കി തന്നത് അല്ലെ. അവരുടെ കഥയിലൂടെ നമ്മളൊക്കെ എന്താ മനസ്സിലായേ? സ്വാതന്ത്ര്യ ബോധം എങ്ങനെയാണ്, സ്വാതന്ത്ര്യം എങ്ങനെയാണ് അനുഭവിക്കുന്നതില് ടൈഗറിന്റെ കഴുത്തിലുണ്ടായ അടയാളം വെച്ച് നമുക്ക് കാട്ടിത്തരുന്ന എന്താണ്? സ്വാതന്ത്ര്യ ബോധം എന്ന മൂല്യത്തിന്റെ പ്രാധാന്യമാണ് നമുക്കിവിടെ ഈ കഥയിലൂടെ കാട്ടിത്തരുന്നത്. അത് നിങ്ങൾ ഉൾക്കൊണ്ടു. അപ്പൊ നിങ്ങൾക്ക് നല്ല ഫുഡാണോ ബെനീറ്റ? നിങ്ങൾക്ക് നല്ല ഫുഡാണോ വേണ്ടത്, അല്ല സ്വാതന്ത്ര്യമാണോ? സ്വാതന്ത്ര്യമാണ് അല്ലെ. ഓക്കെ, നമ്മളെ അമ്മയും അച്ഛനും കെട്ടിയിടുന്നൊന്നും നമുക്ക് ഇഷ്ടമല്ല അല്ലെ. പുറത്ത് യഥേഷ്ടം നമുക്ക് കിളികളെ പോലെ ഇങ്ങനെ പറന്ന് സഞ്ചരിക്കണം അല്ലെ. അതാണ് നമുക്ക് വേണ്ടത്. സ്വാതന്ത്ര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. സ്വാതന്ത്ര്യമാണ് അഖില സാരപോയി പാട്ട് പാടേണ്ടി വരും പിന്നെ അല്ലെ. അതുപോലെ ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഞ്ചനക്കൂട്ടിലാണെങ്കിലും സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും കിളികൾക്കും ബന്ധനം, അതായത് അടച്ചു കൂട്ടുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ തന്നെയാണ് അർത്ഥം അല്ലെ. ബന്ധനം തന്നെയാണ്. എത്ര നല്ല കൂട്ടിലാണെങ്കിലും നമുക്ക് എത്ര നല്ല സുഖമുണ്ടെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലെ. അപ്പൊ ഈ ഒരു കഥയിലൂടെ നമുക്ക് ഇത് വ്യക്തമായി തന്നു അല്ലെ. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും? ഇനി ആരാ ഇനി വായിക്കുന്നത്? ഇത് ഇന്നലെ നമ്മൾ വായിക്കാത്ത പേരില്ലേ കുറച്ച് കുട്ടികള്? അജ്സലെ ക്ലിയർ ആയോ? അജ്സലെ വായിച്ചോ? അജ്സല് വായിച്ചോ? ആദ്യം മുതലേ ചങ്ങലയുടെ പാട്. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു. രോമങ്ങൾ മിനുമിനുത്തിരുന്നു അല്ലെ. നല്ല വായിക്കുക. പിന്നെയോ? കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ വെച്ച് ഒരു ചെന്നായെ അവൻ കണ്ടുമുട്ടി. അതിനോട് അവനു സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. ആരുടെ പേരാണ് ടൈഗറിന്? വളർത്തുനായയുടെ പേരാണ് അല്ലേ ടൈഗറിന് ഇതിൽ പറഞ്ഞത്. ചെന്നായ പറഞ്ഞു, ചങ്ങാതി, ഞാൻ ഇങ്ങനെ, ഞാക്ക് വേണ്ടിട്ട് എന്താ വായിക്കുക? ഈ ചിന്നൂട്ടാല് ഈ അല്ലേ. ഞാനിങ്ങനെ ചടച്ച് എല്ലും തോലുമായി
എല്ലും തോലുമായിരിക്കുന്നു. അതിനു എനിക്കും നിന്നെ പോലെ കൊത്തി തോന്നു. നായിക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തതു കൊണ്ടാണ് ഇങ്ങനെ ചടച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. നിന്റെ ഭാഗ്യം തന്നെ ചെന്നായ വീർപ്പിട്ടു. അജ്സല് ഇനി അടുത്ത ആളോട് പറയാ. നെക്സ്റ്റ് ജൂലിയറ്റ്, അവിടുന്ന് അങ്ങോട്ട് വായിച്ചോ. അല്ല ഇപ്പം വായിച്ചു നിർത്തിയെടുത്തുന്ന മുന്നറിയിപ്പ് കൊടുത്തവരാണോ മിസ്? നെടുവീർപ്പെട്ടു. അപ്പോൾ നായ പറഞ്ഞു മുതലാണ് വായിക്കേണ്ടത്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. ഇടയിൽ ഞാൻ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു. നായ പറഞ്ഞു, വിഷമിക്കണ്ട, എന്റെ കൂടെ സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്ന് മാത്രം. ഞാൻ വരാം. എനിക്കും എല്ലാം കിട്ടുമല്ലോ. ചെന്നായി സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷെ നിന്റെ കടത്തമൊന്നും പുറത്ത് കാണിക്കരുത്. നായി മുന്നറിയിപ്പ് കൊടുത്തു. ഇല്ല, നീ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തോളാം. ചെന്നായി ഉറപ്പ് നൽകി. രണ്ടുപേരും നടന്ന് കാടിനു വെളിയിലെത്തി. ചെന്നായി ടൈഗറിനെ ഒന്ന് അവന്റെ കഴുത്തില് അടയാളം. ഇതെന്താണ് ചങ്ങാതി? നിന്റെ കഴുത്തില് ചുറ്റും അടയാളം? ചെന്നായി കൗതുകത്തോടെ ചോദിച്ചു. ഓ, അത് ചങ്ങലയുടെ കാടാണ്. പകൽ മുഴുവൻ എന്നെ ചങ്ങലയെ കെട്ടിടും. നായി നിസാരമായി പറഞ്ഞു. ചങ്ങലയും കൊണ്ട് കെട്ടിയിടുകയോ? എനിക്കും എന്നെയും കെട്ടിയിടുമോ? ചെന്നായി പരിഭ്രമത്തോടെ ചോദിച്ചു. പിന്നെന്താ, നിന്നെയും കെട്ടിയിടും. നായി ഉറക്കെ പറഞ്ഞു. ഇത് കേട്ടു ചെന്നായി ഞെട്ടി. അവന് രണ്ടടി പിന്നോട്ട് വെച്ചു. എന്റെ പൊന്നു ചങ്ങാതി, എനിക്ക് നിന്റെ ചോറും ഇറച്ചിയും ബിസ്ക്കറ്റും വേണ്ട. കിട്ടുന്നത് തിന്ന് ഞാൻ കാട്ടിൽ കഴിഞ്ഞോളാം. സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കാമല്ലോ. ഭക്ഷണങ്ങൾ സ്വാതന്ത്ര്യമാണ്. ചെന്നായി കാട്ടിലേക്ക് ഓടിപ്പോയി.
ഓക്കെ. നെക്സ്റ്റ് സിദ്ധാന്ത്. ടൈഗർ ഒരു വളർത്തുനായാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു. രോമങ്ങൾ മിനുമിനുത്തിരുന്നു. കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാവുമ്പോൾ അവനെ കെട്ടി അഴിച്ചുവിടിരുന്നു. ഒരു രാത്രി അവൻ ചുറ്റിത്തിരിഞ്ഞ് കാട്ടിലെത്തി. കാട്ടിൽ വച്ച് ഒരു ചെന്നായെ അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. ചെന്നായ പറഞ്ഞു, ചങ്ങാതി, ഞാൻ ഇങ്ങനെ ചടച്ച് എല്ലും തോലും ആയിരിക്കുന്നു. എനിക്കും നിന്നെ പോലെയാകാൻ കൊതി തോന്നുന്നു. നായയ്ക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, ഓക്കെ മോനെ മതി. നെക്സ്റ്റ് ജോഹാന, ബാക്കി വായിച്ചേ. കേൾക്കുന്നില്ല? അൺമ്യൂട്ട് ചെയ്യ്. മോളെ അൺമ്യൂട്ട് ചെയ്യ്. ജോഹാന ഗ്രേസ്, അൺമ്യൂട്ട് ചെയ്തേ മോളെ, എന്നാലേ കേൾക്കൂ. ആരും ഇല്ലേ ഇവിടെ? കേൾക്കുന്നില്ലേ? ജോഹാനക്ക് കേൾക്കുന്നില്ലേ ഇപ്പൊ? അൺമ്യൂട്ട് ചെയ്തേ. വേഗം. ഓക്കെ, വായിച്ചോ. നായക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് വായിക്ക്. 36 പേജ് നമ്പർ 36. പേജ് നമ്പർ 36 മോളെ. ഒന്നും കേൾക്കുന്നില്ലേ? ഞാൻ ഇപ്പൊ എന്താ ചോദിക്കുന്നതിനോട്? മിസ് എന്താ ചോദിച്ചേ ഇപ്പൊ? അറിയത്തില്ല. ഓക്കെ, ഒന്നും കേൾക്കുന്നില്ലാവോ? നിദ ഫാത്തിമ, നിദ അൺമ്യൂട്ട് ചെയ്യും മോളെ. വായിച്ചോ. എവിടം വരെ ഇപ്പം വായിച്ചത് സിദ്ധാന്ത്? നിതക്കുട്ടി പോയോ? ഇല്ല. എവിടം വരെ ഇപ്പൊ സിദ്ധാന്ത് കൃഷ്ണ വായിച്ചത്? ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല? വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അല്ലേ? അതിനാണ് ഞാൻ ഇപ്പൊ ഹാഫ് ആവുമ്പം മാറ്റില്ല കൊടുക്കുന്നത്. നിങ്ങൾ വായിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാ, നായയ്ക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു.
അവിടെ വരെയാണ് വായിച്ചത്. പേജ് നമ്പർ 36. എല്ലാ മക്കളും വായിക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കൈ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുന്ന ഒരാളുണ്ട് ഇവിടെ, ശ്രദ്ധിച്ചിട്ട് ആ വായിക്കുന്നതിന് കൂടെ. മിസ് കാണുന്നുണ്ടാണ്, പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. കൈ ഇങ്ങനെ വെച്ച് വെച്ച് പോകുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ നിദ ഫാത്തിമ കേട്ടോ? അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തതു കൊണ്ടാണ് ഇങ്ങനെ തടിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. നിന്റെ ഭാഗ്യം തന്നെ. ചെന്നായ നടന്നു നെടുവീർപ്പെട്ടു. അപ്പോൾ നായ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്നു മാത്രം. നെടുവീർപ്പ് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? ദീർഘനിശ്വാസം വിടുക എന്നാണ് നെടുവീർപ്പ്. നെടുവീർപ്പ് പറഞ്ഞാൽ ദീർഘനിശ്വാസം. ഞാൻ വരാം, എനിക്കു എല്ലാം കിട്ടുമല്ലോ. എന്നായ സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷെ നിന്റെ കാടത്തമൊന്നും പുറത്ത് കാണിക്കരുത്. നായ മുന്നറിയിപ്പ് കൊടുത്തു. ഇല്ല, നീ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തോളാം. ചെന്നായ ഉറപ്പു നൽകി. രണ്ടുപേരും നടന്നു കാടിനു വെളിയിലെത്തി. ചെന്നായ ടൈഗറിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതോ അവന്റെ കഴുത്തിനു ചുറ്റും ഒരു അടയാളം. ഇതെന്താണു ചങ്ങാതി? ചങ്ങാതി, നിന്റെ കഴുത്തിനു ചുറ്റും ഒരടയാളം. ചെന്നായ കൗതുകത്തോടെ ചോദിച്ചു. ഓ, അതു ചങ്ങലയുടെ പാടാണ്. പകൽ മുഴുവൻ എന്നെ ചങ്ങലക്കൊണ്ടു കെട്ടിയിടും. നായ നിസ്സാരമായി പറഞ്ഞു. ചങ്ങല കൊണ്ടു കെട്ടിയിടുകയോ എന്നെയും കെട്ടിയിടുമോ? ചെന്നായ പരിഭ്രമത്തോടെ ചോദിച്ചു. പിന്നെന്താ? നിന്നെയും കെട്ടിയിടും. നായ ഉറക്കെ പറഞ്ഞു. അതു കേട്ടു ചെന്നായ ഞെട്ടി. അവൻ രണ്ടടി പിന്നോട്ടു വെച്ചു. എന്റെ പൊന്നു ചങ്ങാതി, എനിക്കു നിന്റെ ചോറും ഇറച്ചിയും ബിസ്ക്കറ്റും ഒന്നും വേണ്ട. കിട്ടുന്നതും തിന്നു ഞാൻ കാട്ടിൽ കഴിഞ്ഞോളാം. സ്വന്തം ഇഷ്ടമാനുസരിച്ചു നടക്കാമല്ലോ. ഭക്ഷണത്തെക്കാൾ വലുതും സ്വന്തം സ്വാതന്ത്ര്യമാക്കി ചെന്നായ കാട്ടിലേക്ക് ഓടിപ്പോയി.
ഓക്കെ, എല്ലാ മക്കളും ഇത് നല്ലപോലെ വായിക്കണേ പാഠം. നമ്മൾ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഓക്കെ, ബൈ. Okay, see you in the next class. Bye.